യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് വളഞ്ഞ വരയിലൂടെ നേരെ എഴുതുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം നമുക്ക് പരിചിതമാണ്. വചനം ഇങ്ങനെയാണ്: നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയല്ല, നിങ്ങളുടെ ചിന്തകളും എൻ്റേതുപോലെയല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നു, അതുപോലെ തന്നെ എൻ്റെ ചിന്തകളും എൻ്റെ വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാണ്. സഹോദരങ്ങളെ, മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല നമ്മുടെ സൃഷ്ടാവായ ദൈവം ചിന്തിക്കുന്നത്. പലപ്പോഴും നമുക്ക് തെറ്റായ ഒരു ധാരണയുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയും നമ്മൾ യുക്തിവിചാരം നടത്തുന്നത് പോലെയും നാം ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്തുന്നത് പോലെയുമാണ് ദൈവം ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത് എന്ന്. ഒരുപക്ഷെ അങ്ങനെ ആകാം, പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ വഴികളും നമ്മളുടേതിനേക്കാൾ ഉന്നതമാണ്. സൃഷ്ടാവിൻ്റെ ദീർഘദൃഷ്ടി എന്തുകൊണ്ടും സൃഷ്ടിയുടെ ദീർഘദൃഷ്ടിയേക്കാൾ വലുതാണ്. മനുഷ്യൻ കാണുന്നതിനേക്കാൾ തീർച്ചയായും ഉന്നതമായിട്ടാണ് സ്വർഗത്തിലെ പിതാവ് നമ്മളെക്കുറിച്ച് കാണുന്നത്. ഒരു പക്ഷേ വിശുദ്ധ പൗലോസ് അപ്പസ്തോലന് ശേഷം സഭയിലേറെ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന വിശുദ്ധാത്മാവാണല്ലോ വിശുദ്ധ അഗസ്റ്റിൻ. വിശുദ്ധ അഗസ്റ്റിൻ്റെ മേൽ സ്വാധീനമുണ്ടായിരുന്ന ഏക വ്യക്തി അവൻ്റെ അമ്മയായ മോനിക്ക മാത്രമായിരുന്നു. മോനിക്ക എന്ന് പറയുന്ന അമ്മ പറയുന്നത് മാത്രമേ അഗസ്റ്റിൻ എന്ന ഏറെ ഉഴപ്പുള്ള, ഏറെ പ്രശ്നങ്ങളുള്ള ആ മകൻ കേൾക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ കാർത്തേജിൽ അവർ താമസിക്കുന്ന നേരത്ത് മോനിക്കയുടെ അടുത്ത് വന്ന് ഒരു ദിവസം അഗസ്റ്റിൻ പറഞ്ഞു, അമ്മേ, എനിക്ക് റോമിലേക്ക് പോകണം. റോം എന്ന് പറയുന്നത് അക്കാലത്ത് ഏറെ പ്രശ്നങ്ങളും ഏറെ വഴിപിഴച്ച വ്യക്തികൾ ജീവിക്കുകയും ചെയ്യുന്ന നാടാണ്. അവിടേക്ക് ആരും പോകാറില്ല. എല്ലാ വിധത്തിലുള്ള കൂട്ടുകെട്ടിനുള്ള സാധ്യതയുമുണ്ട്, എല്ലാ വിധത്തിലുള്ള ദുശീലങ്ങൾക്കും അടിമപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ കാർത്തേജിൽ ജീവിച്ചിട്ട് പോലും എൻ്റെ മകൻ നേരെ ചൊവ്വിന് പോകുന്നില്ലെങ്കിൽ പിന്നെ റോമിൽ പോയാലുള്ള സ്ഥിതി എന്തായിരിക്കും? ഇതാണ് മോനിക്ക എന്നുള്ള അമ്മ ചിന്തിക്കുന്നത്. തീർച്ചയായും ആ ചിന്തയ്ക്ക് സ്ഥാനമുണ്ട് താനും. അതുകൊണ്ട് തന്നെ മകനോട് പറഞ്ഞു, മോനെ, നീ ഒരിക്കലും പോകരുത്. സാധാരണയായി അമ്മ പറയുന്നത് ഈ മകൻ നിഷേധിക്കാത്തത് കൊണ്ട് അമ്മ കരുതി ഇവൻ ഒരിക്കലും പോകില്ല. അത് ഉറപ്പുവരുത്താൻ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വിശുദ്ധ സിപ്രിയാൻ്റെ കുഴിമാടത്തിൽ ആ രാത്രി മുഴുവൻ ഈ അമ്മ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കർത്താവേ, വിശുദ്ധ സിപ്രിയാൻ്റെ മധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരിക്കലും എൻ്റെ മകൻ അങ്ങോട്ട് പോകാൻ ഇടവരരുത്. ഇത് പറഞ്ഞുകൊണ്ട് ഈ അമ്മ പ്രാർത്ഥിക്കുകയാണ്. പ്രഭാതത്തിൽ നോക്കുമ്പോൾ മകനെ കാണാനില്ല. മുറിയിൽ ചെന്ന് നോക്കിയിട്ട് മകനെ കാണാനില്ല. ചുറ്റുവട്ടത്തും അന്വേഷിച്ചു, മകനെ കാണാനില്ല. അവൻ്റെ സുഹൃത്തുക്കൾ, മോശപ്പെട്ട ബന്ധങ്ങളുള്ള സുഹൃത്തുക്കളാണ്, അവരോടൊക്കെ ചോദിച്ചു, ഈ മകനെ കാണാനില്ല. പിന്നെയാണ് മനസ്സിലാകുന്നത്, അമ്മ പറഞ്ഞ വാക്കിന് ഒരു വിലയും കൊടുക്കാതെ അഗസ്റ്റിൻ കാർത്തേജ് വിട്ട് റോമിലേക്ക് പോയി. അമ്മയുടെ ഹൃദയം തകർന്നു. അമ്മ ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ഞാൻ നിലവിളിച്ചതാണല്ലോ. കഴിഞ്ഞ 30 വർഷത്തെ എൻ്റെ നിലവിളിയും പ്രാർത്ഥനയുടെയും ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തിയതാണ് ഇന്നലെ രാത്രി. മുഴുവൻ ഇരുന്ന് നിലവിളിച്ചു, ഒരു വിജിൽ നടത്തി പ്രാർത്ഥിച്ചു. എന്നിട്ടും എന്തുകൊണ്ട് നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും പരാതിപ്പെടാനും തുടങ്ങി. സഹോദരങ്ങളെ, സത്യത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. റോമിൽ ചെന്ന ഉടനെ അവിടെ ഇറ്റലിയിൽ ചെന്ന് മിലാനിൽ ചെന്ന് പരിചയപ്പെടുകയാണ് വിശുദ്ധ അംബ്രോസിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അഗസ്റ്റിന് അറിവിന് വലിയ ത്വരയുള്ള മനുഷ്യരായിരുന്നു അഗസ്റ്റിൻ. അതുകൊണ്ട് അംബ്രോസ് പറയുന്ന വാക്കുകൾ വളരെയധികം ഇവർ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ഒരു പ്രത്യേകമായ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗസ്റ്റിൻ്റെ മേൽ ഇടപെട്ടു. അഗസ്റ്റിൻ രൂപാന്തരപ്പെട്ടു. അംബ്രോസിനെ ഗുരുവായിട്ട് സ്വീകരിച്ചു. അംബ്രോസ് കാണിച്ചു കൊടുത്ത ഈശോയിലേക്ക് അവൻ മടങ്ങി വരുന്നു. അവൻ്റെ ജീവിതം മുഴുവൻ രൂപാന്തരപ്പെടുന്നു. സത്യത്തിൽ ഈ അമ്മ പ്രാർത്ഥിച്ചതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് സംഭവിച്ചത് എങ്കിലും ദൈവത്തിന് ഇവനെക്കുറിച്ചുള്ള ചിന്തയും ദൈവത്തിന് ഇവൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ചിന്തയും അമ്മ ചിന്തിച്ചതിനേക്കാൾ വളരെ ഉന്നതമായിരുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ,
നമ്മൾ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കാണുന്ന വഴികളല്ല ദൈവം കാണുന്നത്. ഞാൻ ഓർക്കുന്നു, ചില വിദേശ രാജ്യങ്ങളിൽ സാമ്പത്തികമായ പരിമിതി വരുന്നു, റെസഷൻ വരുന്നു. സാമ്പത്തികമായ മാന്ദ്യം വരുന്ന സമയത്ത് ലോകത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, ഒരുപാട് ഇത് മറികടക്കാനുള്ള വിദ്യകളെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നു. ഈ സമയത്ത് വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? വിശ്വാസി അത്തരം ചർച്ചകളുടെ പിന്നാലെ മാത്രം പോയാൽ ഒരുപക്ഷെ അവർക്ക് യഥാർത്ഥമായ വഴി കണ്ടെത്താൻ കഴിയണമെന്ന് നിർബന്ധമില്ല. ചിലരിങ്ങനെ ചിന്തിക്കുന്നു, ഞങ്ങൾ താമസിക്കുന്നത് അയർലൻഡിലാണെങ്കിൽ അവിടെ സാമ്പത്തിക മാന്ദ്യം വന്നതുകൊണ്ട് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോയേക്കാം. ചിലർ കരുതുന്നു ഓസ്ട്രേലിയയിൽ സാമ്പത്തിക മാന്ദ്യം വന്നു, അതാ അമേരിക്കയിലേക്ക് പോയേക്കാം. എല്ലായിടത്തേക്കും മിക്കവാറും ഭൂഖണ്ഡങ്ങളും മുഴുവൻ ഇങ്ങനെ പോവുകയാണ്. ചിലപ്പോൾ അവസാനം എങ്ങനെ ചിന്തിക്കുന്നു, ദൈവമേ, കേരളത്തിലെ ആ ടീച്ചർ ഉദ്യോഗം മാത്രമായിട്ട് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിട്ട് ജീവിക്കാമായിരുന്നല്ലോ എന്ന്. സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മളുടെ ചിന്തകളേക്കാൾ ഉന്നതമാണെന്ന് തിരിച്ചറിയാതെ നാം നമ്മുടെ ചിന്തകളുടെ പിന്നാലെ, നമ്മുടെ ആലോചനകളുടെ പിന്നാലെ മാത്രം പോകുന്നത് കൊണ്ടാണ്. സത്യത്തിൽ ദൈവത്തിന് ഒരാളെ രക്ഷിക്കാൻ മനുഷ്യൻ കാണുന്ന വഴികൾ മാത്രം ആകണമെന്ന് നിർബന്ധമില്ല. ദൈവം ഒരാളുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വഴികളായിരിക്കാം കാണുന്നത്. രക്ഷ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ഉയർച്ചയായിരിക്കാം, ഭൗതികമായ ഉയർച്ചയായിരിക്കാം, ഏറ്റവും പ്രധാനമായി അവൻ്റെ ആത്മീയമായ ഉയർച്ചയും. പക്ഷെ ദൈവം കണ്ടെത്തുന്ന വിദ്യകൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഒരു പക്ഷേ നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള ഒരു സംഭവകഥ ഇങ്ങനെയാണ്. ഒരു നാട്ടിൽ ഒരു കപ്പ്യാരുണ്ടായി. കപ്പ്യാർ ശുശ്രൂഷയൊക്കെ നടത്തി പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ വികാരിയച്ഛന് മനസ്സിലായി, കുട്ടികളൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. CBSE വിദ്യാഭ്യാസം വളരെ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് മലയാളം കുർബാന മാത്രം പോരാ, ഇംഗ്ലീഷ് കുർബാനയും വേണം. ഫൊറോന വികാരിയച്ഛൻ പിറ്റേ ആഴ്ചയിൽ പൊതുവായി കപ്പ്യാരന്മാരുടെ മീറ്റിംഗ് കൂടി. കപ്പേളകളിലുള്ള കപ്പ്യാരന്മാരും കുരിശുപള്ളികളിലുള്ള കപ്പ്യാരന്മാരും കൊച്ചു പള്ളികളിലുള്ള കപ്പ്യാരന്മാരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഓർഡർ ഇട്ടു, ഇതാ വരുന്ന 6 മാസത്തിനകം മിനിമം പ്രാർത്ഥനകൾ ഇംഗ്ലീഷിൽ പഠിച്ചില്ലെങ്കിൽ കപ്പ്യാര് ജോലിയിൽ നിന്ന് ഔട്ടാകും. നമുക്കറിയാം, പണ്ട് കാലത്തെ കപ്പ്യാരന്മാർ അത്ര വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇന്ന് അച്ഛന്മാരെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ് നാട്ടിലെ പല കപ്പ്യാരന്മാരും. ശമ്പളം പോലും പലപ്പോഴും അങ്ങനെയാണല്ലോ. സഹോദരങ്ങളെ, ഇതാ ഈ ഓർഡർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഈ പാവപ്പെട്ട കപ്പ്യാർ ആകെപ്പാടെ പകച്ചുപോയി. കാരണം 3-4 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. ഇംഗ്ലീഷ് ഭാഷ പോയിട്ട് മലയാളം പോലും നാവിൽ ഒതുങ്ങുന്നില്ല. പിന്നെ ഈ പാവപ്പെട്ടവൻ എങ്ങനെ പഠിക്കാൻ പറ്റും? ബാക്കിയുള്ള കപ്പ്യാരന്മാർ പേഴ്സണല സ്വന്തമായി പോയി വിദ്യാഭ്യാസം എടുത്ത് മക്കളോട് പറഞ്ഞ് മിനിമം പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം എന്നുള്ള പ്രാർത്ഥന, മിനിമം പാട്ടുകൾ, മിനിമം സ്തോത്രഗീതങ്ങൾ മുഴുവൻ കപ്പ്യാർ പഠിച്ചു. നമ്മുടെ ഈ പാവപ്പെട്ട കപ്പ്യാരിന് മാത്രം യാതൊരു വഴിയുമില്ല. പിള്ളേർ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പുള്ളി പഠിക്കണില്ല. അങ്ങനെ ഇരിക്കെ ഫൊറോന വികാരിയച്ഛൻ 5-ാമത്തെ മാസമായി വന്ന് ചോദിച്ചു, നിങ്ങൾ എത്ര പേര് മിനിമം പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ട്? എല്ലാ കപ്പ്യാരന്മാരും എഴുന്നേറ്റ് നിന്നു. നമ്മുടെ ഈ പാവപ്പെട്ട കപ്പ്യാർ മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ പറ്റില്ല അച്ഛാ, അതുകൊണ്ട് വേറെ ഒരു വഴിയുമില്ല. അവിടെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അച്ഛൻ പറഞ്ഞു, യാതൊരു വ്യത്യാസവുമില്ല, നമ്മുടെ കുഞ്ഞുങ്ങളാണ് അടുത്ത തലമുറ. അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷിൽ വേണം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അതുകൊണ്ട് അതിന് കപ്പ്യാർ കേപ്പബിൾ അല്ലെങ്കിൽ ഈ ജോലിക്ക് പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കപ്പ്യാർ ആകെ നിരാശപ്പെട്ടു. രാത്രിയും പകലും ഇരുന്നിട്ടും പഠിക്കാനും പറ്റുന്നില്ല. ഉറക്കം അദ്ദേഹത്തിന് നഷ്ടമാകുന്നു. എല്ലാ വിധത്തിലും നിരാശപ്പെട്ടിരിക്കുകയാണ്. 6-ാം മാസമായി ഫൊറോന വികാരിയച്ഛൻ പറഞ്ഞു, കപ്പ്യാർ ജോലിയിൽ നിന്ന് ഇയാൾ ഔട്ടാണ്. അങ്ങനെ കപ്പ്യാർ ജോലിയിൽ നിന്നും ഇയാൾ ഔട്ടായി പുറകിൽ പോയിരിക്കുകയാണ്. സഹോദരങ്ങളെ, പിറ്റേ ആഴ്ചയിൽ കുർബാനയിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അൾത്താരിൽ നിൽക്കാൻ അവസരമില്ല, ധൂപമാട്ടാനോ ലേഖനം വായിക്കാനോ ഒന്നും അവസരമില്ല. അദ്ദേഹം പള്ളിയുടെ പിറകിൽ വന്ന് സാധാരണ എല്ലാവരും ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. അദ്ദേഹം ചിന്തിച്ചു, ഞാനിനി എന്തു ചെയ്യും?
എനിക്ക് വേറൊരു ജോലി ചെയ്യാൻ അറിഞ്ഞുകൂടാ, വേറൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകാനായിട്ട് എനിക്ക് കഴിയുകയില്ല, ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഇയാളുടെ മനസ്സിലേക്ക് ഈശോ ഒരു പ്രചോദനം കൊടുക്കുകയാണ്. താങ്കൾക്ക് എന്തുകൊണ്ട് ഈ കൊച്ചു പള്ളിയുടെ അടുത്ത് ഒരു കുഞ്ഞു പെട്ടിക്കട തുടങ്ങിക്കൂടാ? അങ്ങനെ ഈ കപ്പ്യാർ അന്നത്തെ ദിവസം വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് ഈ കാര്യങ്ങളെല്ലാം പങ്കുവെച്ച് ബാങ്കിൽ നിന്നൊരു ലോണൊക്കെ എടുത്ത് പള്ളിയോട് ചേർന്ന് ഒരു പെട്ടിക്കട ആരംഭിച്ചു. പള്ളിയിൽ വരുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ വരുന്ന ആളുകളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ കുർബാനയ്ക്ക് വരുന്നതിന് മുമ്പ് ഇതാ സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയി ആ കടയിൽ ചെല്ലും. കുറച്ചുകൂടി നാളുകൾ കഴിഞ്ഞപ്പോൾ ചായ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അത്യാവശ്യം പലഹാരങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങി. അപ്പം അന്ന് ആ ദിവസങ്ങളിലൊക്കെ കുർബാന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് ആളുകൾ പത്രം വായിക്കും, ഒപ്പം ചായ കുടിക്കും, ഭക്ഷണ സാധനങ്ങൾ കഴിക്കും. നാളുകൾ കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ട് അവർ ഉയരാനായിട്ട് തുടങ്ങി. സാമ്പത്തികമായിട്ട് ഉയർന്നു കഴിഞ്ഞപ്പോൾ പെട്ടിക്കടയിൽ മാത്രം ഒതുക്കണ്ട, അത് കുറച്ചുകൂടി അങ്ങ് വ്യാപിക്കാമെന്ന് കരുതിക്കൊണ്ട് അത് സൂപ്പർ മാർക്കറ്റായിട്ട് രൂപപ്പെടുത്തി. അത്യാവശ്യം ഇറച്ചി മീൻ സാധനങ്ങളും പച്ചക്കറി സാധനങ്ങളെല്ലാം അവിടെ വാങ്ങിച്ചു വെക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഇദ്ദേഹത്തിന് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ട് 2-3 പണിക്കാരെ നിർത്തി. അങ്ങനെ പാവപ്പെട്ട കപ്പ്യാർ ആ കടയിലെ മാനേജറായിട്ട് മാറി. മാനേജറായി കാര്യങ്ങളെല്ലാം നടത്തി. പിന്നീട് പറയപ്പെടുന്നത് നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള വിധത്തിലുള്ള കാര്യമാണ്. നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പിംഗ് മാളുകൾ വളരെയധികം രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള സിറ്റികളിൽ ഒന്നായ ന്യൂയോർക്ക് സിറ്റിയിൽ ഷോപ്പിംഗ് മാളിൽ കാര്യമായി മാനേജ്മെൻറ്റ് പരിപാടികളെല്ലാം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഒരു ടെലിവിഷൻ ചാനലുകാർ വന്നുകൊണ്ട് ചോദിച്ചു, താങ്കളുമായിട്ടൊരു ഇൻ്റർവ്യൂവിന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം നാട്ടിൽ സാധാരണമായൊരു ജോലി ചെയ്ത ആൾ ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മാളിൻ്റെ മാനേജറായി എന്നുള്ളത് വളരെ വിസ്മയനീയമായ കാര്യമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയമാകുന്നു. കാര്യങ്ങളെല്ലാം തിട്ടപ്പെടുത്തുന്നു. പല വിധത്തിലുള്ള ചോദ്യങ്ങൾക്കും പല വിധത്തിൽ ഇദ്ദേഹം മറുപടി കൊടുക്കുന്നു. അങ്ങനെ മറുപടി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ സ്ത്രീ ചോദിച്ചു, താങ്കൾ 3-4 ക്ലാസ് പഠിച്ചപ്പോഴത്തേനും ഇത്രയും ഉന്നതമായ സ്ഥാനത്തെത്തി എങ്കിൽ താങ്കൾ കുറച്ച് ഇംഗ്ലീഷ് കൂടി പഠിച്ചിരുന്നെങ്കിലോ? സഹോദരങ്ങളെ, ആ മനുഷ്യൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ ചെറുപ്പത്തിൽ അന്ന് ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും കപ്പ്യാരായി തുടരുമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ദൈവത്തിന് ഒരാളെ വിജയിപ്പിക്കാൻ ഇന്ന ജോലിക്ക് പറഞ്ഞു വിടണമെന്ന് നിർബന്ധമില്ല. BSc നഴ്സിംഗ് മാത്രം പഠിച്ചെങ്കിലേ നമ്മുടെ മകൾ രക്ഷപ്പെടൂ എന്ന് അർത്ഥമില്ല. അയ്യോ, ജനറൽ നഴ്സിംഗ് ആയിപ്പോയല്ലോ, അവൾക്ക് മാർക്ക് കുറഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ അതിന് വിട്ടത്. ഇതെല്ലാം വളരെ മാനുഷികമായ ചിന്തയാണ്. ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞതുകൊണ്ടായിരിക്കാം, നമ്മൾ പറയുന്ന കാരണങ്ങൾ ശരിയുമായിരിക്കാം. പക്ഷെ നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മളുടെ ചിന്തകളേക്കാൾ എന്തുകൊണ്ടും ഉന്നതമാണ്. ദൈവത്തിൻ്റെ വഴികൾ എന്തുകൊണ്ടും നമ്മുടെ വഴികളേക്കാൾ ഉന്നതമാണ്. ദൈവത്തോടൊപ്പമാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കും, ദൈവം നമുക്ക് വേണ്ടി ആലോചന നടത്തും, ദൈവം നമുക്ക് വേണ്ടി യുക്തിവിചാരം നടത്തും. നമ്മുടെ കാര്യങ്ങളെ ഏത് വിധത്തിൽ ക്രമപ്പെടുത്തണമെന്ന് സൃഷ്ടാവായ ദൈവത്തിന് സൃഷ്ടിയായ നമ്മളെക്കാൾ ഏറെ മനോഹരമായി അറിയാം എന്നുള്ള കാര്യം നമ്മൾ മറന്നു കളയരുത്. ഏതാനും നാളുകൾക്ക് മുമ്പ് തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാനായ ബിഷപ്പ് റാഫേൽ തട്ടിൽ പങ്കുവെച്ച ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അവിടെ തൃശ്ശൂർ ഭാഗത്ത് ഏറെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സെയിൻറ്റ് തോമസ് കോളേജും അതിനോടനുബന്ധിച്ച ക്യാമ്പസുകളും. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ക്യാമ്പസിൽ വളരെ ചെറുപ്പം മുതലുള്ള വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടി റാഫേൽ തട്ടിൽ പിതാവിനെ അവിടെ കൊണ്ടുപോയി ആക്കി. അപ്പോൾ 3-4 ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന സമയത്തെ ആ ക്യാമ്പസിലാണ് പഠിക്കുന്നത്. സാധാരണയായി വലിയ പ്രസ്റ്റീജിയസായ സ്ഥാപനമായിട്ട് അന്നേ അറിയപ്പെടുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ട് കൊള്ളാവുന്നവർക്കൊക്കെ പലപ്പോഴും പോകാനായിട്ട് കഴിയുകയുള്ളൂ. റാഫേൽ തട്ടിൽ പിതാവ് അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ വളരെ ദരിദ്രമായ ഒരു പശ്ചാത്തലത്തിലാണ്, അത്രയും നല്ല സ്ഥാപനത്തിലൊന്നും പോയി പഠിക്കാനുള്ള സാമ്പത്തികമായ ശേഷിയൊന്നും എനിക്കില്ല.
ആ വിധത്തിൽ മുന്നോട്ട് പോകാനുള്ള യാതൊരു വഴിയുമില്ല. പക്ഷെ അമ്മ പറഞ്ഞതുകൊണ്ടും അമ്മ സ്വന്തം മകൻ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പഠിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ അവിടെ അയക്കപ്പെട്ടതാണ്. സഹോദരങ്ങളെ, വലിയ ഫീസ് ആ കാലങ്ങളിൽ കൊടുക്കണമായിരുന്നു. മറ്റ് പല സ്ഥാപനങ്ങളിലും ഫീസ് കൊടുക്കാതെ പഠിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ റാഫേൽ തട്ടിൽ പിതാവിന് ഫീസ് കൊടുത്ത് അന്ന് പഠിക്കണം. പക്ഷെ അതിനുള്ള സാമ്പത്തികമായ ശേഷിയില്ല. അങ്ങനെ ഇരിക്കെ 3-4 മാസം തുടർച്ചയായിട്ട് ഫീ കൊടുക്കാത്തത് കൊണ്ട് ആദ്യം ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തുന്ന പണിഷ്മെൻറ്റ്, പിന്നെ ക്ലാസ്സിൻ്റെ പുറകിൽ നിൽക്കുന്ന പണിഷ്മെൻറ്റ്, പിന്നെ ബെഞ്ചിൻ്റെ മുകളിൽ നിൽക്കുന്ന പണിഷ്മെൻറ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ടും പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ക്ലാസ്സിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ക്ലാസ്സിൽ കയറാൻ പറ്റാതെ എന്തോ കുറ്റം ചെയ്ത വ്യക്തിയെപ്പോലെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അവിടെ അന്ന് ആ സ്കൂളിൽ അറിയപ്പെടുന്ന സുബ്രഹ്മണ്യം എന്നുള്ള ഒരു സാറ് കൊച്ചു റാഫേലിൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ റാഫേൽ അവിടെ നിൽക്കുന്നത്? അപ്പോൾ സുബ്രഹ്മണ്യൻ സാറ് വരുന്ന കണ്ടപ്പോൾ തന്നെ പിതാവ് പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ ഉള്ള വിശ്വാസം കൂടി പോയി ഞാൻ കരയാനായിട്ട് തുടങ്ങി. കാരണം 6 അടി പൊക്കവും അതിനൊത്ത വിധത്തിൽ തടിയും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ മുഴുവൻ ആഫീസും നമ്മുടെ മുഴുവൻ ഫ്യൂസും അടിച്ചുപോയി എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, എന്തായിരുന്നാലും സുബ്രഹ്മണ്യൻ സാറ് വന്നിട്ട് ചോദിച്ചു, എന്താ റാഫേൽ അവിടെ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, സാറേ, ഫീസ് അടയ്ക്കാൻ കാശില്ലാത്തത് കൊണ്ട് എന്നെ ടീച്ചർ പുറത്താക്കി. മുറിയിലേക്ക് കൊണ്ടുപോയി. മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയപ്പോൾ കൊച്ചു റാഫേൽ കരുതിയത് നമ്മളെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കാനായിരിക്കുമെന്നാണ്. പക്ഷേ നല്ല ഒരു ഉപദേശം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഇനി ഒരിക്കലും മോനോട് ഫീ ചോദിക്കുകയോ ഫീ കൊടുക്കാനില്ല എന്നുള്ള കാരണം കൊണ്ട് ക്ലാസ്സിൻ്റെ പുറത്ത് നിർത്തുകയോ ചെയ്യില്ല. വളരെയധികം മാനസികമായ ശക്തിയോടെ ഉറച്ച വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ കൊച്ചു റാഫേൽ തൻ്റെ പഠനവുമായി മുന്നോട്ട് കൊണ്ടുപോയി. സഹോദരങ്ങളെ, റാഫേൽ തട്ടിൽ പിതാവ് ഇത് തൃശ്ശൂർ രൂപതയുടെ സഹായമെത്രാനായി ഇരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹമാണ് ഇന്ന് സെയിൻറ്റ് തോമസ് കോളേജിൻ്റെ മാനേജറായി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പറയുകയാണ്, അന്ന് സത്യത്തിൽ എൻ്റെ മുഴുവൻ വിശ്വാസവും തകർന്നു പോയിരുന്നു. ഞാൻ ഓർത്തു, എനിക്കിനി പഠിക്കാൻ പറ്റില്ല. ഇനി എൻ്റെ അമ്മയോട് ചെന്നിട്ട് ഞാൻ പറയും, നമ്മൾ ഇത്രയും ഫീസ് അടയ്ക്കാൻ നമുക്കില്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോകാം. പഠനം മുരടിച്ചു പോകും. ഇനി മുന്നോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല. ഇതാ, സൃഷ്ടിയായ റാഫേലിന് ദീർഘദൃഷ്ടി അത്രമേ ഉള്ളൂ. അത്രയേ ഒരുപക്ഷെ ചിന്തിക്കാൻ കഴിയൂ. എന്നാൽ സൃഷ്ടാവായ ദൈവത്തിന് റാഫേലിനെ കുറിച്ചുള്ള ചിന്ത വളരെ ഉന്നതമാണ്. അതവൻ പിതാവാകണം, അവനൊരു ബിഷപ്പാകണം എന്നുള്ളതാണ്. അവൻ ഏത് ക്ലാസ് റൂമിൽ നിന്ന് പുറത്തായോ ആ ക്ലാസ് റൂം കൂടി ഉൾക്കൊള്ളുന്ന മുഴുവൻ ക്യാമ്പസിൻ്റെയും മാനേജറായി അവൻ ഇരിക്കണമെന്നുള്ളതായിരുന്നു സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ അവനെക്കുറിച്ചുള്ള പദ്ധതി. സഹോദരങ്ങളെ, ദൈവം നമ്മളെക്കാൾ ഉന്നതമായി നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവം നമ്മളെക്കാൾ മനോഹരമായി നമ്മുടെ വഴികളെ ഒരുക്കുന്നു. നാം ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, നാം ആ ദൈവത്തെ ചേർത്ത് പിടിച്ചിരിക്കണം. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ പ്രശ്ന പരിഹാരത്തിനായി കണ്ടെത്തുന്ന പലതുമാകണമെന്നില്ല ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി കണ്ടെത്തി തരുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെ കുറവുള്ളതാണെന്നും നമുക്ക് മുന്നോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല എന്നും നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യരുടെ വഴികളേക്കാൾ ഉന്നതമാണ്. ദൈവത്തിൻ്റെ ചിന്തകൾ മനുഷ്യരുടെ ചിന്തകളേക്കാൾ ഉദാത്തവുമാണ്. ഞങ്ങളെക്കാൾ ഉപരി ഞങ്ങൾക്കായി ചിന്തിക്കുകയും ഞങ്ങൾക്കായി വഴികൾ ഒരുക്കുകയും ചെയ്യുന്ന സ്വർഗത്തിലെ പിതാവേ, അങ്ങയുടെ ചിന്തകളെയും അങ്ങയുടെ വഴികളെയും ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന. ആരാധന
ഓ കർത്താവായ യേശുവേ, നിൻ്റെ വിശുദ്ധമായ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ മുമ്പിലായിരിക്കുന്നു. അതേ, ഞങ്ങൾ അറിയുന്നു, ദൈവത്തിന് പണിതുയർത്താൻ കഴിയാത്ത തകർച്ചകളില്ല, അവന് സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത രോഗങ്ങളില്ല, അവന് മറികടക്കാൻ കഴിയാത്ത ചെങ്കടലുകൾ ഇല്ല, അവന് പരിഹരിക്കാൻ കഴിയാത്ത യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത് എന്ന ചിന്ത, ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ ഉറപ്പിക്കണമേ. ഞങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടാവായ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നത്. അതെ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വിശാലവും വിസ്തൃതമായ വിധത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത്. സൃഷ്ടിയേക്കാൾ ഉപരി സൃഷ്ടാവ് ഈ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് പദ്ധതികൾ ഒരുക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. ഓ കർത്താവേ, സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും പറയുന്നു, നിന്റെ വഴികൾ ആരറിയാൻ, നിന്റെ വഴികൾ ആര് മനസ്സിലാക്കാൻ? ഓ കർത്താവേ, നിഗൂഢമായ നിന്റെ പദ്ധതികൾ നീ ഞങ്ങൾക്കായിട്ട് വെളിപ്പെടുത്തി തരണമേ. ചിലപ്പോൾ ഞങ്ങൾ ഒരിക്കലും നനച്ചിരിക്കാത്ത സമയത്ത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒട്ടേറെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ വേനൽ മഴയത്ത് കുടയില്ലാതെ അകപ്പെട്ട കുഞ്ഞിനെ പോലെ ഞങ്ങൾ വ്യാകുലപ്പെടുന്നു, ഞങ്ങൾ ഓടി നടക്കുന്നു. ഓ കർത്താവേ, എന്നാൽ അവിടുന്ന് അറിയുന്നു, ഇതിൻ്റെ പിറകിലെല്ലാം വ്യക്തവും കൃത്യവുമായ പദ്ധതികൾ അവിടത്തേക്ക് ഉണ്ട് എന്ന്. ഓ കർത്താവേ, അങ്ങയുടെ പദ്ധതികൾ ആരറിയാൻ, അങ്ങയുടെ പദ്ധതികൾ ആര് മനസ്സിലാക്കാൻ? ഓ സർവജ്ഞാനിയും സർവശക്തനുമായ കർത്താവേ, നിന്റെ പദ്ധതികൾ ഞങ്ങളിൽ ഓരോരുത്തരിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും പൂർത്തിയാകേണ്ടതിനായി നിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തരുന്നു, യുവതി യുവാക്കളെ തരുന്നു, ദമ്പതിമാരെ തരുന്നു, ഏകസ്ഥ ജീവിതം നയിക്കുന്നവരെ തരുന്നു, തകർന്ന കുടുംബ ബന്ധങ്ങളിൽ കഴിയുന്നവരെ തരുന്നു, രോഗാവസ്ഥയിൽ കഴിയുന്നവരെ തരുന്നു, വൃദ്ധരായവരെ തരുന്നു. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, കർത്താവിൻ്റെ ആത്മാവേ, നിന്റെ മക്കളിൽ ഇപ്പോൾ തന്നെ കടന്നു വന്ന് പുതിയ പ്രതീക്ഷയും പുതിയ സ്വപ്നവും പുതിയ കരുത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ. നിന്റെ സർവശക്തി നിന്റെ കുലത്തിൻ്റെ മേൽ, നിന്റെ മാനവകുലത്തിൻ്റെ മേൽ നീ പ്രകടമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കാ കരുതും അവൻ നല്ല ഓഹരി, നമുക്കാ കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ ഉറ്റത്തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും, കഷ്ടങ്ങളിൽ ഉറ്റത്തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇരു കരവും കർത്താവിലേക്ക് നമുക്ക് നീട്ടിപ്പിടിക്കാം. ഈ സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തിന് ചെയ്തു തരാൻ കഴിയാത്തതായി നമ്മുടെ ജീവിതത്തിൽ എന്താണുള്ളത്? നമുക്ക് നമ്മളെ അറിയുന്നതിനേക്കാൾ എത്രയോ അധികമായി കർത്താവായ യേശു നമ്മെ ഓരോരുത്തരെയും അറിയുന്നു. ഓ കർത്താവേ, വളഞ്ഞ വരയിലൂടെ പോലും നേരായി എഴുതാൻ കഴിവുള്ള ഒരു ശക്തനായ ദൈവം ഞങ്ങൾക്കുണ്ട് എന്ന ചിന്ത ഞങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണമേ. തളർന്നു പോകുവാൻ നീ ഞങ്ങളെ അനുവദിക്കരുതേ, ചിതറിപ്പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ, നിരാശപ്പെടുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ.
ജീവിതം നാശകരമായ കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുത്. തിന്മയുടെ ദുരാത്മാക്കൾക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കരുത്. നൈരാശ്യത്തിന് ഞങ്ങളുടെ മനസ്സിനെ വിട്ടുകൊടുക്കരുത്. പ്രതീക്ഷയോടെ ഞങ്ങളുടെ മനസ്സിനെ ഉയർത്തണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. കിടപ്പ് രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതേ, ഏറ്റവും വലിയ വൈദ്യനായ യേശുവിന് സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ളൊരു രോഗത്തിലല്ല നീ കിടക്കുന്നത് എന്നുള്ള ചിന്തയിൽ നിന്റെ മനസ്സ് നിറയട്ടെ. പരീക്ഷയിൽ തോറ്റുപോയൊരു കുഞ്ഞ് ഇങ്ങനെ പറയട്ടെ, ഒരു വിജയം നൽകുന്ന കർത്താവ് എൻ്റെ മുമ്പിലുണ്ട്, ഒരു വിജയം നൽകുന്ന യോദ്ധാവ് എൻ്റെ മുമ്പിലുണ്ട്. ഈ പരാജയത്തിൻ്റെ പിറകിൽ പോലും എൻ്റെ കർത്താവിന് ചില പദ്ധതികളുണ്ട്. അതെ, അവൻ എന്നെ ചിലത് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, എന്നെ രൂപപ്പെടുത്തുവാൻ വരുന്നുണ്ട്, എൻ്റെ ഭാവിയെ ശോഭനമാക്കുവാൻ വരുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവേ, അങ്ങയുടെ സാന്നിധ്യം നീ വിളിച്ചറിയിക്കണമേ. ഞങ്ങളെ സ്പർശിക്കുവാൻ വരണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ വരണമേ, ഹൃദയങ്ങളെ വീണ്ടെടുക്കുവാൻ നീ കടന്നു വരണമേ. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നമുക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ ഉറ്റ തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആ